إن الحمد لله صلي وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറ ശുഅറാ 68-69 രണ്ട് വചനങ്ങളുടെ വ്യാഖ്യാനം നോക്കൂ നിങ്ങൾ. ഇന്ന ഫീ ദാലിക നിശ്ചയമായും അതിലുണ്ട് എന്ന് പറഞ്ഞാൽ ആ ഫറോവയുടെയും അവന്റെ ജനതയുടെയും നാശത്തിലുണ്ട്, അതുപോലെ ബനി ഇസ്രായേലികളുടെ വിജയത്തിലുണ്ടെന്ന്. ആ കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ചരിത്രം വിശദീകരിച്ചതിന് ശേഷം അവസാനം പറയുകയാണ്, ഇന്ന ഫീ ദാലിക നിശ്ചയമായും അതിലുണ്ട് ലആയത്തൻ, ഒരു ദൃഷ്ടാന്തമുണ്ട്, അതിലൊരു പഠന വിധേയമാക്കേണ്ട കാര്യമുണ്ട്. വമാ കാന അക്സറുഹും മുഅ്മിനീൻ, വമാ കാന അക്സറുഹും എന്നാൽ അവരിൽ അധിക പേരും മുഅ്മിനീൻ വിശ്വസിക്കുന്നവരല്ല, അല്ലെങ്കിൽ വിശ്വാസികളല്ല. കാരണം മനുഷ്യന്മാർ ഘടമുഷ്ടിയുള്ളവനാണ്, പാരമ്പര്യത്തെ പുണരുന്നവനാണ്. അവൻ നോക്കൂ നിങ്ങൾ, ഒരിക്കലും മാറാൻ തയ്യാറില്ലാത്തവനാണ്, പിടിവാശിയുള്ളവനാണ്, അഹങ്കാരിയാണ്. അത് ഖുർആനിൽ പല സ്ഥലത്തും വിശദീകരിച്ചിട്ടുണ്ട്. എത്ര തന്നെ റസൂലുമാർ പ്രബോധനം ചെയ്താലും സത്യം പച്ചക്ക് തുറന്നു പറഞ്ഞാലും ഒരിക്കലും അംഗീകരിക്കാൻ മനുഷ്യർ കൂട്ടാക്കുകയില്ല. അതാണല്ലോ പറയുന്നത്, വമാകാന അക്സറുഹും മുഅ്മിനീൻ, അവരിൽ അധിക പേരും വിശ്വസിക്കുന്നവരെയല്ല എന്നാണല്ലോ പറയുന്നത്. ഇന്ന റബ്ബക, നബിയെ മുഹമ്മദ് നബിയെ താങ്കളുടെ റബ്ബ് നിശ്ചയമായും ലഹുവ അവൻ തന്നെയാകുന്നു അസീസുർ റഹീം, അങ്ങേയറ്റം പ്രതാപശാലിയും കരുണാനിധിയുമാകുന്നു നിന്റെ റബ്ബ് എന്നാണല്ലോ പറയുന്നത്. നോക്കൂ, ആ രൂപത്തിൽ വലിയ പ്രതാപവാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അവനെ സംബന്ധിച്ചിടത്തോളം ഒരു സൃഷ്ടികളെയും ആശ്രയിക്കേണ്ടതില്ല. അതേസമയം സൃഷ്ടികൾക്ക് വലിയ അപകടങ്ങൾ മുന്നിൽ വരാനുണ്ടെന്ന താക്കീതാണ് അല്ലാഹുവിന്റെ കാരുണ്യത്താൽ അത് നൽകിക്കൊണ്ടിരിക്കുന്നത്, അവന്റെ റസൂലുമാർ മുഖേന നൽകിക്കൊണ്ടിരിക്കുന്നത്. അതൊക്കെയാണ് ഈ ആയത്തിൽ നമുക്ക് പഠിപ്പിക്കുന്ന പാഠം. ഈ രൂപത്തിലുള്ള ചരിത്രങ്ങൾ പഠിച്ചുകൊണ്ട് അതിൽ നിന്നും പാഠം ഉൾക്കൊള്ളുന്നവരാകാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.